സത്യജീവനേകിടുന്നു ദൈവം. നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. കടലിൽ നീ എന്നും പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നും പാത തെളിച്ചു, മരുവിൽ മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. പരിശുദ്ധ അമ്മയുടെ നാമത്തില് ബലിയർപ്പിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറിയിരിക്കുന്ന നാം ഒരുമിച്ച് കൂടിയിരിക്കുക ഈ ദേവാലയത്തില്. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം നമ്മെ ഒരുമിച്ച് കൂട്ടിയതിന്. അതിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഈ പ്രദേശത്തുള്ള പള്ളിത്തുറ മക്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയും അവരുടെ ഊർജി വരവിന് പ്രത്യേകം പ്രചോദനം ഈ സമൂഹം നൽകുകയും ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അമ്മയുടെ നാമത്തിൽ ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? ഒന്നേ പറയുവാനുള്ള അമ്മയ്ക്ക് കർത്താവിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ അവൾ താഴ്മയോട് നിന്നു. അവളെ ദൈവം എല്ലാ ജനപദങ്ങളുടെയും ദൈവത്തിന്റെയും അമ്മയായി ഉയർത്തി. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവം വിളിച്ചിരിക്കുന്ന കുടുംബജീവൻ നയിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വൈദിക ജീവിതത്തിലൂടെയും സന്യാസ ജീവിതത്തിലൂടെയും ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ ദൈവത്തിന്റെ കീഴിൽ ശക്തമായ കരത്തിന്റെ കീഴിൽ എളിമയോടുകൂടിയാണോ നമ്മുടെ ജീവിതം? പരിശുദ്ധ അമ്മ പടിപടിയായിട്ടാണ് തന്റെ ജീവിതത്തിന്റെ ഉയർച്ച കാണിച്ചു തരിക. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി അവൾ നിന്നു കൊടുക്കുകയാണ്. നാമം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്ന ദൈവമക്കളായി മാറണം. നിന്നു കൊടുക്കുവാനും ദൈവത്തിന്റെ സ്നേഹം ഏറ്റുവാങ്ങുവാനും കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമെന്നാണ് പരിശുദ്ധമ്മ നമ്മോട് സൂചിപ്പിക്കുക. അതിന്റെ സഹനത്തിന്റെ ജീവിതം കാണിച്ചു തന്നുകൊണ്ട് പറയുന്നത് ഇപ്രകാരം ഒരു ജീവിതത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളത്. ആയതിനാല് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ലഭിക്കപ്പെടുന്ന സകലം ദൈവത്തിന്റെ കൃപ കൊണ്ട് ലഭിക്കുന്നതാണ് എന്ന് കാണുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിലൂടെ പറയുക, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. പരിശുദ്ധ അമ്മയെ ശക്തനാക്കിയവനിലൂടെ രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം
8-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോടെ അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയുടെ കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്താൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തനെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവരുടെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തിരുസഭയിൽ നയിക്കുന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും പരിശുദ്ധാത്മാവിനെ നിറച്ച് അങ്ങയുടെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി പ്രവർത്തിക്കാനുള്ള ശക്തിയും ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യവും സംരക്ഷണവും നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശുവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്ന് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ വിളിക്കുകയും വേർതിരിക്കുകയും വേർതിരിച്ചവരെ വിശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിച്ചവരെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. കാരുണ്യവാനായ നല്ല ദൈവമേ, അങ്ങയുടെ സ്നേഹവും രാജ്യവും പ്രഘോഷിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത ദൈവികരെയും സന്യസ്തരെയും ഇന്നേ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഫാദർ ജോൺസൺ അച്ഛനെയും ഫാദർ ജോസഫ് അച്ഛനെയും ഇടവകൽക്കാരി ഫാദർ ബോബ് അച്ഛനെയും അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് വിളിച്ചു വേർതിരിച്ച മക്കളെ ഓരോ നിമിഷവും അവരുടെ ജീവിതാന്ത്യം വരെ ആത്മാവിൽ നിറച്ച് അവരുടെ പ്രയാസങ്ങളിൽ അവരെ ശക്തിപ്പെടുത്തണമെന്ന് അമ്മയുടെ മധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, ഈ തിരുനാൾ ഏറ്റവും നന്നായി കൊണ്ടാടുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത് വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും ഇതിന് ലണ്ടനിലെ പടിത്തറയിൽ വേണ്ടി പ്രവർത്തിച്ച എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ അങ്ങ് സമർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തെയും ബന്ധുക്കളെയും ഞങ്ങളുടെ
ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾക്കുള്ള പരസ്പരം പങ്കുവയ്ക്കുന്നതിനുള്ള അനുഗ്രഹം നൽകി ഞങ്ങളെ വിശദീകരിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പിതാവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് അരുളി ചെയ്ത നാഥ, ഇവിടെ വന്നിട്ട് ജോലിയില്ലാതെയും ശമ്പളം കിട്ടാതെയും പലവിധത്തിൽ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരെയും ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും എല്ലാ മലയാളി സഹോദരങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ തിരുക്കച്ചയിൽ പൊതിഞ്ഞ് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ മതിലുകൾ തകർത്ത് മഹത്വത്തിലേക്ക് പ്രവേശിച്ചതാണ്. ജീവിതത്തിലേക്ക് ഞങ്ങൾ മാതൃകയായി ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങളുടെ ആത്മശാന്തിക്കായി ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകി സ്വർഗത്തിൽ മൊത്തത്തിലേക്ക് നയിക്കണമേ എന്ന് പരിശുദ്ധ വേളാങ്കണ്ണി ആരോഗ്യ മാതാവ് വഴി പിതാവെ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഒരിക്കൽ കൂടി ദൈവസന്നദ്ധയെ സമർപ്പിക്കാം. അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കളെ ദൈവസന്നദ്ധയെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുക. സ്നേഹനിധിയായ പിതാവേ, അങ്ങയുടെ വത്സലം செய்வாய்.
തിരുനാൾ മാസ് പങ്കെടുത്ത ലണ്ടനിലെ എല്ലാവർക്കും ലണ്ടനിലെ പള്ളിത്തറ നിവാസികളുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ തിരുനാൾ മാസം നടത്തുവാൻ ഞങ്ങൾക്ക് ചർച്ച അനുവദിച്ചു തരികയും അതിനുവേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചേർന്ന പാരീസ് പ്രീസ്റ്റ് ഫാദർ ബോബ് ബച്ചനെ പള്ളിത്തുറ സഹോദരി സഹോദരന്മാരുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. We are so gracious for the service and help Father Bob give to us. We are so thankful for you. We expect same kind of support in future. അടുത്ത ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാളിൽ തുടക്കം മുതൽ ഞങ്ങളോടൊപ്പം സജീവമായി പ്രവർത്തിക്കുകയും ഇന്നത്തെ ഈ ബലിയർപ്പിക്കുകയും ചെയ്ത ഫാദർ ജോൺസൺ അച്ഛന് ഞങ്ങളുടെ ലണ്ടനിലെ പള്ളിത്തറ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ തിരുനാൾ മാസം നടത്തുകയും ഇവിടെ വന്ന് വചനപ്രഘോഷണം നടത്തുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ ഫാദർ ജോസഫ് അച്ഛൻ, ഹൃദയം നിറഞ്ഞ പള്ളിത്തറ നിവാസികളുടെ നന്ദി അറിയിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും സഹായവും നൽകിയ KCA ഭാരവാഹികൾക്കും കുടുംബാംഗങ്ങൾക്കും ലണ്ടനിലെ പള്ളിത്തറ നിവാസികൾക്കും വേണ്ടി ഞാൻ നന്ദി പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഈ മാസിന് വേണ്ടി മനോഹരമായ ഗാനം ആലപിച്ചുകൊണ്ട് ഗായകസംഘം വളരെയധികം ഞങ്ങളെ സഹായിച്ചിരിക്കുകയാണ്. ഗായകസംഘത്തിന് പ്രത്യേകമായ നന്ദി പള്ളിത്തറ സഹോദരി സഹോദരന്മാരുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ തിരുനാൾ നടത്തുന്നതിന് വേണ്ടി തുടക്കം മുതൽ സജീവമായി നമ്മോടൊപ്പം പ്രവർത്തിക്കുകയും നമ്മുടെ ഈ തിരുനാളിന് വേണ്ടി വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പള്ളിത്തറയിലെ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നുള്ള സമയങ്ങളിലും നിങ്ങളിൽ നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും മേലിലും പ്രതീക്ഷിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരൻ ശ്രീ ജോൺ മെരിയാവുകളെ ഓർത്തുകൊള്ളുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാ വർഷവും തന്നെ പള്ളിത്തറ തിരുനാളിൻ്റെ വളരെ സജീവമായി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും തിരുനാളിന് വേണ്ടി വളരെയധികം പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തുകൊള്ളണം. അച്ഛനും പ്രാർത്ഥന ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കാനുള്ളതില്ല. അദ്ദേഹത്തിനെ ഞങ്ങൾ ഈ അവസരത്തിൽ ഓർത്തു. അവസാനമായി ഈ മാസിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹപുരസ്സരമുള്ള നന്ദി പള്ളിത്തറ ലണ്ടനിലെ പള്ളിത്തറ നിവാസികളുടെ പേരിൽ ഞാൻ അറിയിക്കുക. മാസത്തിന് ശേഷം ഞങ്ങളൊരു സ്നേഹവിരുന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ദൈവമേ, അഖില ലോകത്തിന്റെ രക്ഷയുടെ പ്രതീക്ഷയും പൊൻപുലരിയുമായ വിശുദ്ധ കന്യാമറിയത്തിന്റെ ജനത്തിനാൾ ആഘോഷിക്കുന്ന തിരുസഭ ഈ ദിവ്യരഹസ്യങ്ങളെ എന്നും മാനത കൊള്ളുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സ്വീകരിക്കുക. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനനത്തിരുന്നാൾ മാനവോന്നത കാര്യങ്ങളെ വീണ്ടെടുക്കുവാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവാത്മനായ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുവാൻ അർഹയായ വിശുദ്ധ കന്യാമറിയത്തിന്റെ മാധ്യസ്ഥം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവമാകുമാറാകട്ടെ. കന്യകാ മാതാവിന്റെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന നിങ്ങൾ ആത്മീയ ആനന്ദവും സ്വർഗീയ ദാനങ്ങളും സംപ്രാപിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. പൊന്നും
സത്യവാദിയായി നീ, സത്യവാദിയായി നീ. കേട്ടറിഞ്ഞു വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോതിനി, തൊട്ടറിഞ്ഞു വിശ്വസിച്ചു സത്യവാദിയായി നീ, സത്യവാദിയായി നീ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. വ്യാധികൾ മാറ്റി തീരാത്ത ദുഃഖമകറ്റി അടിയങ്ങൾക്കഭയം നൽകൂ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മാറാത്ത വ്യാധികൾ മാറ്റി തീരാത്ത ദുഃഖമകറ്റി അടിയങ്ങൾക്കഭയം നൽകൂ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. മലയാളക്കരയിൽ ഈശോ മിശിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹിതാത്മാ വിശുദ്ധ തോമാശ്ലീഹാദ, പരിശുദ്ധ തോമാശ്ലീഹ. മലയാളക്കരയിൽ ഈശോ മിശിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹിതാത്മാ വിശുദ്ധ തോമാശ്ലീഹാദ, പരിശുദ്ധ തോമാശ്ലീഹ. പൊന്നും കുരിശുമുത്തപ്പോ പൊൻ കാണിക്കുന്ന ഒരു കാലം, ഇപ്രകാരമുള്ള ഒരു പശ്ചാത്തലത്തിൽ, ഒരവസ്ഥാവിശേഷത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കേരളത്തിലെ കത്തോലിക്കര് ഇവിടെ വന്ന് കൂട്ടായിട്ട് വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്നത് കാണുന്നത് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഇവിടുത്തെ ആളുകളുടെ ഹൃദയങ്ങളെയൊക്കെ എല്ലാം സ്പർശിക്കുവാനായിട്ട് നിങ്ങളുടെ വിശ്വാസ തീക്ഷ്ണത ഏറെ സഹായിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രൂപതകൾ വ്യത്യാസം കൂടാതെ, റീത്തുകൾ വ്യത്യാസം കൂടാതെ, ഏകോദര സഹോദരങ്ങളെ പോലെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിൽ നിങ്ങളെല്ലാം അതീവ ശ്രദ്ധാലുക്കളാണ് എന്നാണ് ഇവിടുത്തെ സഭാ അധികാരികൾ പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും ഓരോ സുവിശേഷ പ്രഘോഷകനായിരിക്കണം. യേശുവിൻ്റെ ആ സ്നേഹത്തിന് സമൂഹമധ്യത്തിൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും. ഒരു കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മളിൽ നല്ലൊരു ഭാഗത്തിനും വിശ്വാസം സ്വീകരിക്കുവാൻ സാധിച്ചത്. നന്ദിപൂർവം നാം സ്വീകരിച്ച ആ വിശ്വാസത്തിൻ്റെ ദീപം ക്രിസ്തീയ വിശ്വാസം മന്ദീഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ തെളിയിക്കുവാനുള്ള ഒരു വിളിയാണ് ഒരുപക്ഷെ ദൈവം നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ നൽകിയിരിക്കുന്നത്. വളരെയധികം വിശ്വസ്തയോടുകൂടി നിങ്ങളെല്ലാവരും ഒരു നല്ല പരിധിവരെ ഈ ദൗത്യം നിർവഹിച്ച് കാണുന്നതിൽ വളരെ സന്തോഷവുമുണ്ട്.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അറിയുന്നില്ലായിരിക്കും. പക്ഷെ ഇവിടെ പ്രായമായവരും യുവജനങ്ങളും കുട്ടികളും എല്ലാം ഒത്തൊരുമിച്ച് വന്ന് ഇതുപോലെ ഭക്തിയോടുകൂടി വിശ്വാസ തീക്ഷ്ണതയോടുകൂടി ആരാധനയിൽ പങ്കെടുക്കുന്നത് കാണുന്നത് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് വളരെ ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നു. കൂടുതൽ തീക്ഷ്ണതയോടുകൂടി വിശ്വസ്തയോടുകൂടി ഈ ദൗത്യം നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ പ്രബോധനം നമുക്കറിയാം. ആരാണ് യേശുവിൻ്റെ ശിഷ്യൻ? എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ളവർ നാം യേശുവിൻ്റെ ശിഷ്യരാണെന്ന് മനസ്സിലാക്കുന്നത്? വളരെ വ്യക്തമായിട്ട് അന്ത്യത്താഴ സമയത്ത് യേശു അതിൻ്റെ അടയാളം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് നിങ്ങൾ ചുറ്റുമുള്ളവർ തിരിച്ചറിയും. യേശുവിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗവും നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സ്നേഹ ചൈതന്യമാണ്. സ്നേഹ ചൈതന്യം എന്ന് പറയുമ്പോൾ ദൈവ അനുഭവമാണ്, ദൈവ സ്നേഹമാണ്. ദൈവത്തെ അനുഭവിക്കുന്നവര് സ്നേഹ ചൈതന്യം കൊണ്ട് നിറഞ്ഞവരായിരിക്കും. ആ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും. കുടുംബമായിട്ട്, സമൂഹമായിട്ട്, വ്യക്തിപരമായിട്ട് ഈ സ്നേഹത്തിന് സാക്ഷ്യം ഈ പ്രദേശങ്ങളിൽ വഹിക്കുക എന്നതാണ് ഇന്ന് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം. എനിക്കവിടെ ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ സമയത്തിൻ്റെ പരിമിതി ഏറെയുണ്ട്. സാധാരണ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ചെല്ലുന്ന അവസരത്തിൽ ആൾക്കാരിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ നേരത്തെ മുന്നറിയിപ്പ് നൽകും, പ്രസംഗം ദീർഘിച്ചു പോകരുത്. ഒരു നിശ്ചിത സമയത്തിന് കൂടുതൽ പ്രസംഗിക്കാൻ പോയാൽ പിന്നെ ആളുകൾക്കെല്ലാം അസ്വസ്ഥതയാണ്. ഏതായാലും നിങ്ങൾ ഇന്ന് കുറേ നേരം ക്ഷമാപൂർവ്വം കൂടി ഇരുന്നേ മതിയാവും. കാരണം ഇതിൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞിരിക്കുന്നത് പിതാവ് വല്ലപ്പോഴും ഒരു അവസരം കിട്ടുകയാണ്, അങ്ങനെ ദീർഘനേരം എടുത്ത് പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. എങ്കിലും കഴിയുന്നത് നിങ്ങളെ മോഷിപ്പിക്കാതെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ശ്രമിക്കും. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ യേശു രണ്ട് ചെറിയ ഉപമകൾ പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നെറ്റിയുടെ ഉപമ, വിലയേറിയ രത്നത്തിൻ്റെ ഉപമ. ഒരു വ്യാപാരി നെറ്റി അന്വേഷിച്ചു പോയി ഒരു വയലിൽ അമൂല്യമായിട്ടുള്ള ഒരു നിധി ഒളിഞ്ഞു കിടക്കുന്ന അയാൾ കണ്ടപ്പോഴേ അയാളിൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റു, സമ്പാദ്യങ്ങളെല്ലാം, ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങൾ, എസ്റ്റേറ്റുകൾ, ഫാക്ടറികൾ, ഇതൊക്കെ അയാൾക്കുണ്ടായിരുന്നിരിക്കാം. അയാൾ പോയി തനിക്കുള്ള സകലതും വിറ്റു. എന്നിട്ട് വന്ന് അയാൾ ഈ ഒരു തുണ്ട് സ്ഥലം മേടിച്ചു. കാണുന്നവരൊക്കെ വിചാരിച്ചു ഇയാൾക്ക് വട്ട് പിടിക്കുന്നു. ഉള്ള സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് അയാൾ ഒരു തുണ്ട് സ്ഥലം മേടിക്കുന്നു. എല്ലാവരും അവർ പരിഹസിച്ചിരിക്കും, അയാളെ കളിയാക്കിയിരിക്കും. പക്ഷേ അയാൾക്കറിയാം ആ സ്ഥലത്തിൻ്റെ വില. അതിൻ്റെ അകത്ത് തൻ്റെ എല്ലാ സമ്പാദ്യത്തിനേക്കാൾ എത്രയോ മടങ്ങ് വലുതായിട്ടുള്ള ആ നിധിയാണ് ഒളിഞ്ഞു കിടപ്പുള്ളതെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് സകലതും അയാൾ പരിത്യജിച്ചു ഈ ഒരു തുണ്ട് സ്ഥലം കരസ്ഥമാക്കുവാനായിട്ട്, ആ നിധി സ്വന്തമാക്കുവാനായിട്ട്. ഇത് തന്നെയാണ് രത്നങ്ങൾ അന്വേഷിച്ചു പോയ വ്യാപാരി. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.
മുക്തദാതാ ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി യുക്തവും ന്യായവുമാണതു ഞങ്ങൾക്ക് രക്ഷാകരവും ജഗൽപിതാവേ. ക്രിസ്തുനാഥന്റെ പെസഹരഹസ്യത്താൽ വിസ്മയമൊന്നു ഭാവിച്ചു പാരിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വംശമായി രാജപുരോഹിത മണ്ണിൽ വിശുദ്ധ ജനവുമായി നാഥാനിൻ സ്വന്തം ജനതയുമായി ഞങ്ങൾ അങ്ങുന്നു ഞങ്ങൾക്ക് ഈ ഉന്നത സ്ഥാനങ്ങൾ തന്നരുളാനും കനിഞ്ഞുവല്ലോ. ആകയാൽ അമുദവായ്പോടെ നിത്യവും നാഗദൂതന്മാരാം ഗായകന്മാർ ദിവ്യപ്രതാപവാൻ അങ്ങയെ വാഴ്ത്തുന്നു, മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. വരെ നിർമ്മലമായൊരു ബലി അങ്ങേക്ക് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ ശേഖരിക്കുന്നതിൽ അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. പിതാവ്, ഏറ്റവും താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പവിത്രമാക്കണമേ. ഇവ അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായി അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരം ആകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എൻ്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ ദിവ്യമാം രഹസ്യം
സാമോദം നാം ഒന്നായി പ്രഖ്യാപിക്കാം. കർത്താവേ, രക്ഷാകരമായ പീഡാസഹനവും മരണവും മഹനീയമായ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങയുടെ സഭ അർപ്പിക്കുന്ന ഈ യാഗം തൃക്കൺ പാർക്കണമേ. ആത്മബലിയാൽ അങ്ങയെ പ്രസാദിപ്പിച്ച അങ്ങേ പ്രിയപുത്രനെ ഈ ദിവ്യബലിയിൽ ദർശിച്ചാലും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരാകുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് മാറി കാണിക്കയായി എനിക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയത്തോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും സ്വർഗീയ മധ്യസ്ഥനായ മിഖായേലിനോടും മറ്റെല്ലാ വിശുദ്ധരോടും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ലഭിക്കുവാൻ ഇടയാക്കണമേ. ഇവരുടെ മാധ്യസ്ഥയുടെ സഹായങ്ങൾക്ക് എപ്പോഴും കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ഞങ്ങളെ രഞ്ജിപ്പിച്ച ഈ ബലി സമസ്ത ലോകത്തിന് ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദാസനായ ദണ്ഡിക് പനാറമ്പൻ മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ തോമസ് മെത്രാനോടും ഞങ്ങൾക്ക് ബലി അർപ്പിക്കുന്ന സുസുഭാഗ്യ മെത്രാപൊലിത്തയോടും മെത്രാൻ പദവിയിലും വൈദിക പദവിയിലുമുള്ള എല്ലാവരോടും ക്രിസ്തു അങ്ങേക്ക് നേടിയ സ്ഥല ജനങ്ങളോടും മൊത്തം ഈ ഭൂമിയിൽ തീർത്ഥാടന സഭയെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച കുടുംബത്തിന്റെ അപേക്ഷ ദയാപുരം കെട്ടണമേ. കാരുണ്യനായ പിതാവേ, ലോകമംഗള അങ്ങയുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണമേ. മരണം പോലെ ഞങ്ങളുടെ വേർപ്പെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും അങ്ങേക്ക് പ്രിയങ്കരമായി ജീവിച്ച് ഈ ലോകത്തോട് വിടവാങ്ങിയ എല്ലാവരെയും ഒരു രാജ്യം ദയാപുരം സ്വീകരിക്കണമേ. സകല അനുഗ്രഹങ്ങളുടെ നിർച്ചായ യേശു ക്രിസ്തു വഴി എല്ലാവരോടും ഒരുമിച്ച് കൂടി നിങ്ങളുടെ മഹത്വത്തെ ഞങ്ങൾ നിർത്തിയെന്ന പ്രത്യാശയോട് കാത്തിരിക്കുന്നു. സർവേശ്വര ദൈവപിതാവാകുമങ്ങേക്ക് സുനുവാം ക്രിസ്തുവിലൂടെ സദാ ക്രിസ്തുവിനോട് യേശുക്രിസ്തുവിൽ സന്തതം പരിശുദ്ധാത്മാവുമായി സംസർഗത്തിൽ കീർത്തിയും സർവമഹത്വപ്രതാപവും നിത്യസ്തുതിയും ആരാധനയും കർത്താവാം ശ്രീയേശു പഠിപ്പിച്ച പ്രാർത്ഥന ഒന്നായി നമുക്കിപ്പോൾ ഏറ്റുപാടാം. രാജ്യം
കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം അരുളണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങളെ എപ്പോഴും കരുണാപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു അങ്ങ് അപ്പോസ്തലന്മാരുടെ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പര സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ.
not used to people clapping me. I'm basically a very, very, very shy person, as you all know. Very quiet and just do my own thing. But today we welcome Archbishop Susie Kipyakan from Kerala. I said it right today? We had a lovely chat before the Mass, and so he was able to tell me a little bit about himself, and I was able to tell him a little bit about myself. But he's very, very, very welcome. It's a great privilege, a great honour to have the Archbishop here. We don't have too many archbishops calling into our church. We have the bishop, yes, but not the archbishop, so you're very, very welcome. We do hope you'll enjoy the experience. He's told me he's over here for a few days and he'll be visiting other communities, but he's here with you all today, and I know you've made him very, very welcome the way you began the Mass. I'm afraid I was called for something else, and I won't be with you this evening as I'd hoped to be. I have to do something very, very important that has come up while the Mass was going on. So if you excuse me, I can't get out of this one. That's the trouble being a dean. Why I'm a dean, I do not know. The only Mr. Shantan Joseph. Mr. Shantan Joseph, one of the founder members of the Kerala Catholic Association. യുകെയിലേക്കുള്ള കുടിയേറ്റവും അതിൻ്റെ സാഹചര്യവും അവരുടെ ജീവിത ചുറ്റുപാടുകളും കേരള കാത്തലിക് അസോസിയേഷൻ ഓഫ് യുകെയുടെ ഉത്ഭവവും വളർച്ചയും എന്നതിനെ പറ്റിയാണ്. ഞാനൊരു കുറേ നോട്ടുകൾ തയ്യാറാക്കി വെച്ചിരുന്നു. സമയം വേറെ കൊണ്ട് അത് ചുരുക്കി എഴുതാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനുവദിച്ച സമയത്തിൽ കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവിൻ്റെ വഴിയിൽ നമ്മത്തെ കാണുവാൻ, പിതാവിൻ്റെ ആശീർവാദം ലഭിക്കുവാനുള്ള അവസരമുണ്ടായത് വളരെ വലിയൊരു കാര്യമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലണ്ടനിലെ കാത്തലിക് ജനസമൂഹത്തിൻ്റെ സ്നേഹപരിസരമുള്ള എല്ലാവിധ ആശംസകളും ഞാൻ അഭിവന്യ തിരുവനന്തപുരം അതിരൂപത മെത്രോപ്പൊലീത്തയിലേക്ക് നേരുകയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള വലിയൊരു കാത്തലിക് ജനസമൂഹം ലണ്ടനിലെ പല പ്രദേശങ്ങളുമായി വ്യാപിച്ചു കിടക്കുകയാണ്. തിരുവനന്തപുരം രൂപതയിൽ നിന്നുള്ള, രൂപതയുടെ പല ഭാഗത്തു നിന്നുമുള്ള അങ്ങയുടെ മക്കൾ ഈസ്റ്റ് ആഫ്രിക്ക എക്സ്ട്രാ പ്രദേശത്തുമായി വലിയൊരു സമൂഹം തന്നെ ഇവിടെയുണ്ട്. ഈ ജനാവലിക്ക് ഒരു ആത്മീയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കേണ്ടതിലേക്കുള്ള ഒരാവശ്യം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും അങ്ങയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിലൂടെ ലണ്ടനിലെ പല സ്ഥലങ്ങളിൽ, കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഒരു കാത്തലിക് ജനസമൂഹത്തിന്റെ വലിയൊരു കൂട്ടായ്മ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി അങ്ങയുടെ ആശീർവാദവും സഹായവും തരണമെന്ന് അങ്ങയോട് വിനീതമായി ഈ അവസരത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുക. ഇവിടെയുള്ള ഞങ്ങളുടെ മക്കൾ ജീവിതമാർഗത്തിൽ പല യാതനകളിലും കടന്നു പോകുമ്പോൾ പല പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും വലിയൊരു സഹായഹസ്തവുമായി ഒരു കൂട്ടായ്മയുടെ സംഘടിത ശക്തിയുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ അവസരത്തിൽ അങ്ങയോട് ഞങ്ങൾ ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ പല തിരുനാൾ അവസരങ്ങളിലും തിരുവനന്തപുരം രൂപതയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ തിരുനാൾ അവസരങ്ങളിൽ മാത്രം ഇവിടെ ഒരു കൂട്ടായ്മയായി വരികയും തിരുനാൾ നടത്തുകയും ചെയ്യുന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ആ എല്ലാ ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വലിയൊരു കൂട്ടായ്മയാണ് ഇവിടെ നിങ്ങൾ അഭിമന്യ പിതാവിനെ മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങളും അങ്ങയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പിതാവിനെ നമ്മുടെ അടുത്ത് വരികയും നമ്മുടെ പിതാവിൽ നിന്ന് നമുക്കുള്ള ആശീർവാദവും പിതാവിന്റെ ഒരു ഭൂദിവിഭൂതി നമുക്ക് കാണുവാൻ സാധിച്ചത് വളരെ വലിയ ഒരു കാര്യമാണെന്നും അതിനുവേണ്ടി നമുക്ക് സാഹചര്യം ഉണ്ടാക്കിയ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം രൂപതയിൽ നിന്നുള്ള പല വ്യക്തികളും ഇതിന്റെ പിന്നിൽ വളരെ ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ആ വ്യക്തികൾക്കൊക്കെ തന്നെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയും പിതാവിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you very much, Lassa, for your speech. Next, I call upon